ബ്ലൂ സോക്സ് അവിടെ നിന്ന് കണ്ടില്ലേ? ആ ബെഡിന്റെ അടി നോക്ക്. തല്ലിപ്പൊളി സാധനങ്ങൾ കൊണ്ട് മെനക്കേടെ ഉണ്ടാവും, അല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. നീ എന്നെ കളിയൊക്കെ ചിരിച്ചതല്ലേ, ഇനി നീ എന്തൊക്കെയാ അനുഭവിക്കാൻ പോകുന്നത് കണ്ടോ? വെള്ളം താഴെ വീണല്ലോ. പോട്ടെ, ഒരു കാര്യം ചെയ്യേ, ആദ്യം അത് തുടയ്ക്കാൻ നോക്ക്. അതിനുശേഷം താഴെ പോയി വെള്ളം കുടിച്ചാൽ മതി. അലമാരയുടെ മേളിലൊന്ന് ചെക്ക് ചെയ്യണം. ചെല്ലേ. അതാ അവിടെ ഒരു ചെയർ കണ്ടില്ലേ, അത് യൂസ് ചെയ്തോ. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ ബോധ്യം തോന്നുന്നു. സ്വന്തം കാല് നമ്മളെ കൈവിട്ടാനുള്ള അനുഭവം മനസ്സിലായോ? ഇനിയെങ്കിലും ആരെങ്കിലും കളിയാക്കി വെച്ചിരിക്കുന്നതിന് മുമ്പ് ഇത് ഓർമ്മ വെച്ചോ. പക്ഷെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് തമാശയായി കാണുന്നവർക്ക് ഈ വീട്ടിൽ ഒരിക്കലും ഒരു സ്ഥാനം ഉണ്ടാവില്ല. കടന്നു പോയിക്കോ അവിടുന്ന്. ഒരാളോട് കാരണം പറയാതെ എങ്ങനെ ശിക്ഷിക്കുന്ന എന്തിനാ? ഈ പെണ്ണിന്റെ മനസ്സിൽ എന്തായിരിക്കും? അച്ഛന് മുമ്പിൽ നല്ല കുട്ടിയായിട്ട് നിന്നു, പക്ഷെ അതിനുള്ള തന്ത്രപ്പാടില് ഞാൻ എല്ലാവരുടെ മുമ്പിൽ കൊച്ചാവുകയും ചെയ്തു. അല്ല, വായിക്കാനെല്ലാം അറിയാലോ, എന്താണെന്ന് കണ്ടില്ലേ? നിനക്കെന്താ കണ്ണ് കാണില്ലേ? ഞാൻ വിദ്യ. ഈ ബോർഡൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയാ. അങ്ങോട്ട് മോറ്. എന്നാലും അവള് സത്യം പറഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് ഇവിടെ രക്ഷപ്പെട്ട് പോവായിരുന്നല്ലോ. പിന്നെ എന്താ അങ്ങനെ ചെയ്യാതിരുന്നേ? ഇങ്ങനത്തെ പെൺപിള്ളേരൊക്കെ കാണാൻ ഭയങ്കര നിഷ്കളങ്കരായിരിക്കും, പക്ഷെ വിളഞ്ഞ വിത്തുകളായിരിക്കും, കള്ളികളുമായിരിക്കും. ആ പിന്നെ എന്താ പറയുന്ന അതിന്? ശരിക്കും ശരിക്കും ഇരുതല മൂർച്ചയുള്ള വാള് പോലെ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അവളെന്താ ഇവിടുന്ന് പോവാത്തെ? പോകാനുള്ള അവസരം നോക്കി ഇരിക്കുവായിരുന്നല്ലോ, എന്നിട്ടും എന്തിനാ ഇവിടെ തന്നെ കിടക്കുന്നേ? അല്ല, അമ്മായി ഏത് നിമിഷവും ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തും. അങ്ങനെ തിരിച്ചു വരുമ്പോ ഈ വീട്ടില് ആ പെണ്ണിനെ കണ്ടാലോ? അതും അമ്മായി ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പെണ്ണല്ലേ. അപ്പൊ എന്തൊക്കെയാ സംഭവിക്കുക? അമ്മായിയുടെ അവസ്ഥ എന്തായിരിക്കും? കേട്ടിട്ടില്ലേ, ശരീരത്തിലുണ്ടാവുന്ന മുറിവൊക്കെ എങ്ങനെയെങ്കിലും മായ്ക്കാം, പക്ഷെ മനസ്സിലുണ്ടാവുന്ന മുറിവോ അതൊരിക്കലും മായില്ല. വല്യമ്മ ഈ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് ഇഷ മാഡത്തിനെ ഇവിടുന്ന് പറഞ്ഞേക്കണം. നീ എനിക്കൊരു വാക്ക് തരണം. ഞാൻ എങ്ങനെയെങ്കിലും ഇഷ മാഡത്തിന് ഇവിടുന്ന് പറഞ്ഞേക്കാം. അതുവരെ ഈ കാര്യങ്ങളൊന്നും വല്യമ്മ നീ ഒരിക്കലും അറിയിക്കരുത്. ശരി, നീ ഇഷയുടെ കാര്യം നോക്കൂ, അമ്മായിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. എത്രയും പെട്ടെന്ന് തന്നെ ഇഷ മാഡം സാറിനോട് മാപ്പ് ചോദിക്കാൻ തയ്യാറായേ പറ്റൂ. അങ്ങനെയെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് തലയൂരായിരുന്നു. ഇത് മുത്തശ്ശൻ ചേച്ചിക്ക് കൊടുത്തയച്ചതാ. കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തതിന് എന്റെ അമ്മ എന്റെ ചെവി തിരിച്ചു കളഞ്ഞു. ഇനി ഇപ്രാവശ്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്താലേ അമ്മ എന്റെ ചെവി പറിച്ചെടുത്ത് അടുപ്പിലിടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രാവശ്യം കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ഫോൺ തരൂ. നിനക്ക് ഓർമ്മയില്ലേ, നീ ബ്രേവ് ടൈഗർ അല്ലേ? ലാസ്റ്റ് ടൈം പ്ലീസ്. ലാസ്റ്റ് ടൈം.
നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത്? അവിടെ എന്താ ചെയ്യുന്നത്? നിങ്ങളോടാ ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നേന്ന്? അത് ഞാൻ കണ്ടില്ലേ, തുണികളൊക്കെ കിടക്കുന്നുണ്ടല്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാം അടുക്കി വെക്കാന്ന്. വിവരം കിട്ട ഗുണ്ട. സാറിനോട് സോറി പറയ്, എന്നിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോവാൻ നോക്ക്. ഇവിടെ ഇങ്ങനെ നാടകം കളിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭാര്യ ഭർത്താവിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താ അതിന് നാടകം എന്നാണോ പറയുന്നത്? എന്താ എന്താ പറഞ്ഞേ? ഭാര്യയോ? അതെ, ഭാര്യ തന്നെ. ആ, ഈ താലി നീ തന്നെയല്ലേ കെട്ടി എന്റെ കഴുത്തില്. പിന്നെ നീ എന്റെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടല്ലോ. വെള്ളം കൊണ്ടുവന്നു, ഡ്രസ്സ് വാങ്ങി തന്നു. അപ്പൊ പിന്നെ നിന്റെയും ഈ വീട്ടിലെയും കാര്യങ്ങളൊക്കെ നോക്കിയാ നിനക്കെന്താ പ്രോബ്ലം? അത് ശരി. അപ്പൊ നിങ്ങൾ ഭാര്യയാണ്, ഈ വീട്ടിലെ മരുമോളാണല്ലേ? നല്ല കാര്യം. എന്നാ പിന്നെ ഭാര്യയുടെ ചുമതലകളൊക്കെ നിർവഹിച്ചോളൂ. ഈ വീടിനോടുള്ള കടമ നിറവേറ്റിക്കോ. മരുമോൾക്ക് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ഉടനെ മനസ്സിലായിക്കോളൂ. എന്റെ ദൈവമേ, ഞാൻ തോറ്റു. ഇത്രയും വലിയൊരു വിവരം എന്തിനാ ഒളിപ്പിച്ചു വെച്ചത്? ആരും അറിയാതെ കല്യാണം കഴിക്കാൻ അത്രയ്ക്ക് തിരക്കായോ? ഹാവു, ഇന്നലെ നീ കാണാൻ വന്നിട്ട് ഓർക്ക ഗുളിയ കഴിച്ചത് കാരണം ശരിക്കും നിന്നെ കാണാൻ പറ്റിയില്ല. അതിന് ഇന്നലെ ഞാൻ വന്നിട്ടേ ഇല്ലല്ലോ. എന്തതെന്ന്? ഞങ്ങൾ എല്ലാരും നിന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ലേ? പിന്നെ എന്തിനാ എടുത്തു ചാടി ഇങ്ങനെ ചെയ്തത്? അമ്മായി തൽക്കാലം ഇതേ അവസ്ഥയിൽ ഇരിക്കുന്നതാ നല്ലത്. എന്നാലേ സ്വയം സത്യം മനസ്സിലാക്കി എന്നെയും സൂരജിനെ ഒന്നിപ്പിക്കാൻ ഇവര് ശ്രമിക്കും. പറയുന്നേ എന്ത് പറയാനാ? എല്ലാം പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ നടന്നതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അമ്മായിയുടെ ഇതേക്കുറിച്ച് പറയാൻ എനിക്ക് കുറച്ച് ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. ഓ, എന്റെ ഭഗവാനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, എന്തായാലും നീ തന്നെ എന്റെ മരുമകളായിട്ട് വരണമെന്ന്. ആ പ്രാർത്ഥന ഭഗവാൻ കേട്ടല്ലോ. എന്തായാലും നീ സൂരജിന്റെ ജീവിതത്തിലെത്തി. നീ നോക്കിക്കോ, സാവധാനം എന്റെ സൂരജ് പഴയതുപോലെ നല്ല കുട്ടിയായി മാറുന്നത് കണ്ടോ. എന്റെ മനസ്സിന്റെ ആദ്യമൊക്കെ നീ മാറ്റി. നന്നായി വരട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഇഷയെ സൂരജ് ഇവിടെ നിന്ന് ഓടിക്കാതിരിക്കില്ല. പിന്നെ അമ്മായി പറഞ്ഞതുപോലെ ഞാൻ തന്നെ ആയിരിക്കും അവനെ കെട്ടാൻ പോകുന്നത്. അവന്റെ ബ്രഹ്മചര്യ വ്രതം തകർക്കാൻ പോകുന്നത് ഞാൻ തന്നെ ആയിരിക്കും. ഇത് കണ്ടോ, ഇതെന്റെ അമ്മയുടെ അവസാനത്തെ ഓർമ്മയാ. നീ മുഖം കാണിച്ചതിനുള്ള സമ്മാനം. ഇതെപ്പോഴും സൂക്ഷിച്ചു വെക്കണം കേട്ടോ. ഉടനെ തന്നെ ഉണ്ടാവും സാർ. ഞാൻ മാക്സിമം ശ്രമിച്ചോണ്ടിരിക്കുക. പക്ഷെ ഇഷ ഭയങ്കര വാശിയിലാ നിൽക്കുന്നത്. വിരണ്ട കുതിരയും മതം പൊട്ടിയ ആനയും കാട്ടുമൃഗങ്ങളെയൊക്കെ മയക്കുവെടി കൊണ്ട് മാത്രമേ കീഴ്പ്പെടുത്താൻ പറ്റൂ സൂരജ്. അതുപോലെ ഇങ്ങോട്ട് വരികയല്ലാതെ മറ്റൊരു വഴി അവളുടെ മുന്നിൽ ഉണ്ടാകരുത് സൂരജ്. ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, അവളുടെ മുഖത്ത് മാത്രം ഒരു പോറൽ പോലും ഉണ്ടാകരുത്. ശരി സാർ, സാറ് പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. जरा सा भी मेरी तरह ना कहीं से मैं तेरी तरह कैसी है ये दास्तां ये दास्तां. ഇതെന്താ? ഒരു ഭാര്യ ആവണമെന്നുണ്ടെങ്കിലേ അതിൻ്റെതായ ചില നാട്ടു നടപ്പുകളൊക്കെ ഉണ്ട്. ഇത് മുഖം കാണിക്കുന്നുള്ള ചടങ്ങാ. തെരുവിലുള്ളവരെല്ലാം ഈ ബ്രഹ്മചാരിയുടെ ഭാര്യയെ കാണാൻ വരുക. പിന്നെ ഇത് ലഹങ്കയാ. ഇതിട്ടോ നല്ലൊരു ഭാര്യയായിട്ട് അണിഞ്ഞൊരുങ്ങി വാ. നിന്റെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും.